തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലറെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമല കൌൺസിലർ അനിലാണ് മരിച്ചത്. അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു. മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന കുറിപ്പ് സമീപത്തുനിന്ന് കണ്ടെത്തി. സഫാൻ VP ചേരുന്നുണ്ട്. സഫാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണോ ആത്മഹത്യ എന്നാണോ നിഗമനം? എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? 10:45 കൂടിയാണ് അനിലിന്റെ മൃതദേഹം തിരുമല കൌൺസിലർ ഓഫീസിൽ കണ്ടെത്തുന്നത്. അനിൽ BJPയുടെ നഗരത്തിലെ ജില്ലയിലെയും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ബാങ്ക് സാമ്പത്തികമായി പ്രയാസത്തിലായിരുന്നു. ഇതിന്റെ മനോവിഷയത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ജീവൻ ഒടുക്കിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് ഇപ്പോൾ ഈ ഓഫീസിന്റെ പരിസരത്ത് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയാണ്. പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. മാനസിക പ്രയാസങ്ങളാണ് ഈ മരണത്തിന് കാരണമെന്നാണ് കുറിപ്പിൽ എഴുതിയിട്ടുണ്ടെന്നാണ് സൂചന. ഈ കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിലവിൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പ്രാഥമികമായി ഈ സംഭവം നടന്നതിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഈ തിരുവനന്തപുരം ഓഫീസിന്റെ മുന്നിലേക്ക്, ഈ മൃതദേഹം കണ്ടെത്തിയ ഓഫീസിന്റെ മുന്നിലേക്ക് BJP പ്രവർത്തകരെ അടക്കം അല്ലെങ്കിൽ മറ്റ് കൗൺസിലർമാരടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഗതാഗതം തന്നെയുണ്ട്. ഏതായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സഹകരണ ബാങ്കിന് ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ മനോവിഷമമാണ് ഇപ്പോൾ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെയും ജില്ലയിലെയും പ്രധാനപ്പെട്ട ഒരു BJP നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ കൗൺസിലർ ഓഫീസ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് വളരെ പരിചിതമായിട്ടുള്ള മുഖവും ഒപ്പം തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനവും ഒക്കെയായിരുന്നു. സഹകരണ ബാങ്ക് നേരത്തെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടായിരുന്ന അവസ്ഥയുണ്ടായിരുന്നോ? എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് മനസ്സിലാക്കുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നാണോ, ഇല്ലെങ്കിൽ പെട്ടെന്നൊരു വലിയ തകർച്ചയിലേക്ക് ബാങ്ക് മാറുകയായിരുന്നോ? എന്താണ് ബാങ്കുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു വിഷയമുള്ളതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. അനുചേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കൗൺസിലറായിരുന്നു. ഇവിടുത്തെ കൗൺസിലറാണ്. തിരുമല തൃക്കണ്ണപുരം വാർഡിലായിരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ സംബന്ധിച്ചോളം വളരെ എല്ലാവർക്കും ജനകീയ ഒരു കൗൺസിലർ തന്നെയാണ്. എന്താണ് വിഷയം എന്ന് അറിയില്ല. ഇനി വേറെ എന്തെങ്കിലും വിഷയങ്ങളാണോ എന്നറിയില്ല. ഇനി എന്തായാലും ആത്മഹത്യക്കുറിപ്പുണ്ടെന്ന് പറയുന്നു. അത് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. എന്തായാലും ബാക്കിയുള്ള പോലീസുപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യത പുള്ളിക്ക് ഉണ്ടായിട്ട് അറിയാൻ പറ്റില്ല. എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്താണ് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. പുള്ളി ഇവിടുത്തെ അമ്പലത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഒക്കെയാണ്. പക്ഷെ എന്താണ് വിഷയങ്ങളെന്ന് അറിയാൻ പറ്റില്ല. ശാരീരിക മട്ടത്തിൽ ബാങ്കിന് നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ബാങ്കൊന്നുമല്ല. ഞാനും ആ ബാങ്കിന്റെ മുമ്പ് ഒരു ഏജന്റ് ആയിരുന്നു, കളക്ഷൻ ഏജന്റ്. അങ്ങനെ ബാങ്കിന്റെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ബാങ്കിനില്ല. കാര്യം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള അങ്ങനെ ബാങ്ക് അല്ല അത്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 10 വർഷം അവിടെ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ബാങ്കിന് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതെന്തെന്ന് അറിയില്ല. എന്തായാലും കണ്ടെത്താൻ നോക്കാം. മാക്സിമം എല്ലാവരും നിൽക്കല്ലേ, ബാക്കിയുള്ളവർ നോക്കട്ടെ.